ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസ്, അതായത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഒരു കുട്ടി നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വീടിനടുത്തോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ വഴിയിലോ ഒക്കെ ഒരു കുട്ടി നിൽക്കുന്നത് കാണുന്നു. ആ സമയത്ത് നമ്മളിങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, ഇത് ഒരുപാട് സമയമായി ആ കുട്ടി അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, നീ എന്താ അവിടെ നിൽക്കുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും, നീ എന്താ അവിടെ നിൽക്കുന്നത് എന്നെങ്ങനെ ചോദിക്കുക? നീ എന്താ അവിടെ നിൽക്കുന്നത്? വൈ ആർ യു സ്റ്റാൻഡിങ് ദർ? വൈ ആർ യു സ്റ്റാൻഡിങ് ദർ? നീ എന്താ അവിടെ നിൽക്കുന്നത് അല്ലേ? നീ ആയതുകൊണ്ട് തന്നെ ആറ് നമ്മൾ യൂസ് ചെയ്തു. വൈ ആർ യു സ്റ്റാൻഡിങ് ദർ? നീ എന്താ അവിടെ നിൽക്കുന്നത്? അപ്പോൾ അതിനാ കുട്ടി ഒരു റിപ്ലൈ പറയാണ്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ സഹോദരിയെ കാത്തു നിൽക്കുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ കാത്തു നിൽക്കുകയാണ്, ഞാൻ എൻ്റെ ഉപ്പയെ കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ പറയാം കേട്ടോ. ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുകയാണ്, അവൻ ഇതുവരെ വന്നില്ലേ? കുറേ സമയമായി കുട്ടി നിൽക്കുന്നു. അപ്പം നമ്മൾ ചോദിക്കും, വീണ്ടും ആ കുട്ടിയെ തന്നെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, അവൻ ഇതുവരെ വന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഇതുവരെ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഹാസ് യൂസ് ചെയ്യാം. അവനാണല്ലോ സബ്ജക്റ്റ്. അപ്പം അവൻ ഇതുവരെ വന്നില്ലേ എന്നുള്ളത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സോ ഹാസിൻറ്റ് ഹി കം യെറ്റ്? യെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ. അപ്പം അവൻ ഇതുവരെ വന്നില്ലേ? ഹാസിൻറ്റ് ഹി കം യെറ്റ്? അവൻ ഇതുവരെ വന്നില്ലേ? സിമ്പിളാണ്. അപ്പോൾ ആ കുട്ടി പറയാണ്, അവൻ ഇപ്പോൾ വരും. അവൻ ഇപ്പോൾ വരും. ഒരു ആൻസർ കൊടുക്കുകയാണ്. എങ്ങനെ പറയാം? അവൻ ഇപ്പോൾ വരും. അവൻ വരും. ഹി വിൽ കം. ഇപ്പോൾ നൗ. ഹി വിൽ കം നൗ. ഹി വിൽ കം നൗ. അവൻ ഇപ്പോൾ വരും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ രണ്ടുപേരും സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു വ്യക്തി ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇന്ന് സ്കൂളിൽ പോയില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇന്ന് സ്കൂളിൽ പോയില്ലേ എന്നെങ്ങനെ ചോദിക്കുക? ഇവിടെ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അതായത് പോയില്ലേ അല്ലേ? ഒരു കുറച്ച് സമയമൊക്കെ കണ്ടുകൊണ്ട് ഇരുന്ന സമയത്താണ് നമ്മൾ ഈ ചോദിക്കുന്നത്. അവിടെ പാസ്റ്റ് ആണല്ലോ. ഡിഡ് ബോത്ത് ഓഫ് യു ഗോ ടു സ്കൂൾ ടുഡേ എന്ന് പറയണം. അതായത് ബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും. അപ്പോൾ ഡിഡിൻ്റെ എന്ന് യൂസ് ചെയ്തത് പാസ്റ്റ് ആണ്, കാരണം പോയില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പം സ്കൂളിൻ്റെ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ കുട്ടിനെ കാണുന്നത്. അതുകൊണ്ട് ആ സമയത്താണ് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഡിഡിൻ ബോത്ത് ഓഫ് യു ഗോ ടു സ്കൂൾ ടുഡേ? നിങ്ങൾ രണ്ടുപേരും ഇന്ന് സ്കൂളിൽ പോയില്ലേ? അപ്പോൾ ആ കുട്ടി അതിലൊരു ആൻസർ പറയാണ്, ഞങ്ങൾക്ക് ഇന്ന് പുസ്തകം വാങ്ങാൻ പോകാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പുസ്തകം വാങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്, വി ആർ ഗോയിങ്. എന്തിനു വേണ്ടിയിട്ട്? പുസ്തകം വാങ്ങാൻ. അപ്പം വി ആർ ഗോയിങ് ടു ബൈ ദ ബുക്ക് ടുഡേ അല്ലേ? വി ആർ ഗോയിങ്, ഞങ്ങൾക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ്. വി ആർ ഗോയിങ് ടു ബൈ, വാങ്ങാൻ, എന്ത്? ദ ബുക്ക് ടുഡേ. ഇന്ന് ഞങ്ങൾക്ക് പുസ്തകം വാങ്ങാൻ പോകാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പുസ്തകം വാങ്ങാൻ ഇന്ന് പോവുകയാണ്. ഓക്കെ, അപ്പം അതാണ് ആ കുട്ടി കൊടുത്ത ആൻസർ. നെക്സ്റ്റ്, നിങ്ങൾ ബസ്സിലാണോ പോകുന്നത്? നിങ്ങൾ ബസ്സിലാണോ പോകുന്നത് എന്നെങ്ങനെ ചോദിക്കുക? ആണോ? ആർ യു അല്ലേ? ആർ യു ഗോയിങ് ബൈ ബസ്? ആർ യു ഗോയിങ് ബൈ ബസ്? നിങ്ങൾ ബസ്സിലാണോ പോകുന്നത്? അപ്പോൾ അതിന് ആ കുട്ടി കൊടുത്ത ആൻസർ നമുക്ക് ഇങ്ങനെ പറയാം, അല്ല അവൻ ബൈക്ക് എടുക്കും. അല്ല അവൻ ബൈക്ക് എടുക്കും എന്നെങ്ങനെ പറയാം? അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നോ അല്ലേ? നോ എന്ന് യൂസ് ചെയ്യാം. നോ ഹി വിൽ ടേക്ക് ദ ബൈക്ക്. നോ ഹി വിൽ ടേക്ക് ദ ബൈക്ക്. അല്ല അവൻ ബൈക്ക് എടുക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസുകളാണ് ഇതെല്ലാം അല്ലേ? നമ്മളൊരു കുട്ടിയോട് ചോദിക്കാറുണ്ട്, നമ്മളോട് ആരെങ്കിലും ചോദിക്കാറുണ്ട്, നമ്മൾ ആൻസർ കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
പിന്നെ നൈറ്റിൽ ഷോർട്സ് ഇടാറുണ്ട്. ഇപ്പം വെർബിൻ്റെ 5 ഫോമുകൾ പഠിച്ചുകൊണ്ട് വരുന്നത്. അതുപോലെ നമ്മൾ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ട് ഷോർട്സ് ചെയ്യുന്നുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നിങ്ങൾക്കതൊക്കെ വർക്കായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.